ഹായ് കൂട്ടുകാരെ, ഇന്നിപ്പോൾ ഒരു ചീര തോരനുണ്ടാക്കോട്ടെ. ചുമന്ന ചീര. അപ്പോൾ ഇതെനിക്ക് താഴത്തെ ചേച്ചി തന്നതാട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും കറി വെക്കാനായിട്ട് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് തോരനുണ്ടാക്കി അച്ചാറും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മീൻ മേടിക്കലാന്ന് ഓർത്തിട്ടാട്ടോ. ഇന്ന് കണ്ണനുമറ്റ അമ്പലത്തിൽ പോകാനുള്ളതായിരുന്നു. അല്ലെങ്കിൽ എന്നും മീനാലോ. പിന്നെ വേറെ ഇന്ന് ചാറുകറി ഒന്നും വെക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ചീര ശരിക്കും നന്നായിട്ട് കുരുകുരുന്ന്, സാധാരണ ഞാൻ അരിയണ അത്ര നൈസായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇത് അരിയുമ്പോൾ തന്നെ 8 മണി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചീര നന്നായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളി 2-3 ചുള ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു കുഞ്ഞ് സവാളയും കൂടെ കട്ട് ചെയ്തിട്ടു. പിന്നെ കാന്താരിമുളകും തേങ്ങ ഫ്രീസറിൽ വെച്ചുകൊണ്ട് കുടഞ്ഞിട്ടിട്ട് ചാടണില്ല കേട്ടോ. എന്നിട്ട് അതും കൂടി ഒരു കത്തിയും കൂടി ഞാൻ ഇളക്കി എടുക്കണേ കേട്ടോ. അതും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ ഞാൻ അപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാട്ടോ ഇടുന്നത്. അതേ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണ ചീര ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ചുവന്ന ചീരയും വെള്ളച്ചീരയൊക്കെ ഇവിടെ എപ്പോഴും മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ചേച്ചി ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് അവിടെ നട്ടതല്ല. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു വറ്റൽമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ ചീര ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ചീര ഇട്ട് ഇതിപ്പോൾ പാത്രം നിറച്ചുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശകലോ കുറച്ചുണ്ടായുള്ളൂ. അത് ശരിക്കും മൂടി വെച്ച് ഒന്ന് ഇളക്കി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി മൂടി വെച്ച് സിമ്മിലിട്ട് മൂടി വെച്ച് ഒരു മിനിറ്റ് മതി. മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ചീര ശരിക്കും വെന്തു ചുങ്ങി പകുതിയാകും, ഉള്ളതിൽ പകുതിയാവും. എന്നിട്ടാട്ടോ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. എന്നാലും അല്ലെങ്കിൽ തേങ്ങ ഇടുമ്പോൾ തേങ്ങയിലെ വെള്ളവും കൂടെ ചേർന്നിട്ട് പിന്നെ ചീര ശരിക്കും ഇങ്ങനെ ചിക്കി നല്ലോണം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരില്ല. അതെനിക്കറിയില്ലായിരുന്നു. നേരത്തെയൊക്കെ ഞാനിങ്ങനെ തേങ്ങയും കൂടെ ഒപ്പം ഇടുമായിരുന്നു. എന്നിട്ട് സിമ്മിലിടുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. തേങ്ങയൊക്കെ ഇടും. തേങ്ങയിൽ വെള്ളമയം ഉണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് വാടിക്കഴിഞ്ഞ ശേഷം ഞാൻ തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒരു മിനിറ്റ് കൊണ്ട്, ശരിക്കും ഒരു 2-3 മിനിറ്റ് കൊണ്ട് ചീര റെഡി ആവുമല്ലോ. 1 മിനിറ്റും കൂടെ അങ്ങനെ മൂടി വെച്ചു. എന്നിട്ട് ഇനി തുറന്ന് വെച്ച്, ഇപ്പോൾ അതേ കണ്ട വെള്ളം എല്ലാം വറ്റി ചീരയും നല്ല റെഡി ആയിട്ടോ. ഇനി തുറന്ന് വെച്ച് തന്നെ അത് 1 മിനിറ്റും കൂടെ അങ്ങനെ തുറന്ന് വെച്ച് സിമ്മിലിട്ട് തന്നെ ഒന്ന് തോർത്തി ചിക്കി എടുക്കും. നല്ല ടേസ്റ്റുള്ള ചീരയായിരുന്നു കേട്ടോ. ചില ചീരയ്ക്ക് ഇങ്ങനെ വെള്ളച്ചോവയായിരിക്കും നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇത് കുഴപ്പമുണ്ടായില്ല. നന്നായിട്ടിങ്ങനെ തോർത്തി എടുത്തു. പിന്നെ ഒന്ന് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. കാരണം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തോർത്തി എടുത്തു കഴിഞ്ഞാൽ മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ തോർത്തി എടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ചീരത്തോരൻ റെഡി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, പ്ലീസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. താങ്ക്